Good morning, friends. I am Narayan Poti here. Have a wonderful Sunday. നമ്മൾ യു ക്യാൻ വിൻ ബൈ ശിവക്കേരയുടെ ബുക്കിനെ ബേസ് ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വിന്നിങ് എഡ്ജ് 1% ഇംപ്രൂവ്മെൻറ്റ് ഇൻ യുവർ ക്വാളിറ്റീസ് ക്യാൻ ബ്രിങ് യു മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ്. അതുകൂടാതെ നമ്മൾ ഫെയിലിയർ ഈസ് നോട്ട് എ പ്രോബ്ലം. കാരണം നമ്മൾ എബ്രഹാം ലിങ്കൻ്റെ സ്റ്റോറി പറഞ്ഞു, കെൻഡക്കി ചിക്കൻ്റെ ഓണറുടെ സ്റ്റോറി പറഞ്ഞു. സോ നൗ ശിവക്കേര പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രത്യേകത? ഫോർ എക്സാമ്പിൾ, ഒരു പക്ഷി പറക്കുന്ന ഒരു മനുഷ്യന് പറക്കാൻ പറ്റില്ല. ഒരു മീൻ നീന്തുന്ന ഒരു മനുഷ്യന് നീന്താൻ പറ്റില്ല. ഒരു ലെപ്പേർഡിനെ മാതിരി നമുക്ക് ഓടാൻ പറ്റില്ല. സിംഹത്തിനെ മാതിരി നമുക്ക് ഗർജിക്കാൻ പറ്റില്ല. സോ ഇതൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ എവിടെയാണ് നമുക്ക് പ്ലസ് പോയിൻ്റ് ഉള്ളതെന്ന് വെച്ചാൽ വി ഹാവ് ഗോട്ട് ദ പവർ ടു തിങ്ക്. നമുക്ക് ചിന്തിക്കാനുള്ള ഒരു പവർ തന്നിട്ടുണ്ട്. പക്ഷേ മറ്റു മൃഗങ്ങളെല്ലാം പ്രകൃതി എന്ത് പറയണോ അതേ ഓട്ടോമാറ്റിക് മെഷീൻമാർ പ്രകൃതി പറയുന്നവർ പോവാണ്. നമുക്ക് ചിന്തിക്കാനുള്ള അവസരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ലൈഫ് ഈസ് ഫുൾ ഓഫ് ചോയ്സസ് ആൻഡ് കോംപ്രമൈസസ്. ലൈഫ് ഈസ് ഫുൾ ഓഫ് ചോയ്സസ് ആൻഡ് കോംപ്രമൈസസ്. എന്താ ചോയ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ? ഒരു കോംപ്രമൈസ് തന്നെ ഒരു ചോയ്സാണ്, അല്ലേ? നമ്മൾ ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യും. ദാറ്റ് ഈസ് സെൽഫ് ഈസ് എ ചോയ്സ്. ഇനി എന്താ ചോയ്സ് എന്ന് പറയുന്നത് വെച്ചാൽ, വെൻ വി ഈറ്റ് ടു മച്ച്, നമ്മൾ വലിച്ചു വാരി തിന്നു കഴിഞ്ഞാൽ വി ബിക്കം ഫാറ്റ്. സോ അത് നമ്മുടെ ചോയ്സാണ്. വലിച്ചു വാരി തിന്നണ ഒരു പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ വലിച്ചു വാരി തിന്നണത് ആവശ്യമുള്ള മാത്രം കഴിക്കണം എന്നുള്ള ഇറ്റ്സ് അവർ ചോയ്സ്. ചില ആളുകൾ ഡ്രിങ്ക് ടു മച്ച്, വെള്ളം അടിക്കുകയാണെങ്കിൽ അടിച്ച് ഫ്ലാറ്റായി പോകും. പിറ്റേ ദിവസം ഭയങ്കര തലവേദനയായിരിക്കും. സോ ഇറ്റ്സ് അവർ ചോയ്സ് വെദർ ടു ഡ്രിങ്ക് ഓർ നോട്ട്. ഇഫ് യു ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് എൻ ആക്സിഡൻറ്റ്. ഇപ്പോൾ നമ്മൾ വെള്ളം അടിച്ചിട്ട് പോയിട്ട് ആക്സിഡൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഇറ്റ്സ് അവർ നമ്മുടെ ചോയ്സ് തെറ്റിപ്പോയി. അപ്പോൾ ചോയ്സസ് ഹാവ് കോൺസിക്വൻസസ്. നമ്മുടെ ചോയ്സിന് കോൺസിക്വൻസ് ഉണ്ടാവും. ഞാനിപ്പോൾ ഐ എം ഗോയിങ് നൗ ഫോർ എ ആർട്ട് ഓഫ് ലിവിങ് ഫോളോ ഓഫ്, ചെറിയ എക്സസൈസ് ചെയ്യാൻ പോവാം. അത് കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ഫോർ എ മെഡിറ്റേഷൻ. അപ്പോൾ ഇറ്റ് ഈസ് മൈ ചോയ്സ്. അത് അതിൻ്റെ എഫക്റ്റായിട്ട് ഇറ്റ് വിൽ ഇംപ്രൂവ് മൈ ഹെൽത്ത്. ഇനി വാട്ട് ഈസ് ലൈഫ് ഓഫ് ഫുൾ ഓഫ് കോംപ്രമൈസസ് എന്ന് പറയാൻ കാരണം വെച്ചാൽ, എല്ലാം നമ്മൾ വിചാരിക്കുന്ന മാതിരി നടക്കണം എന്ന് വെച്ചാൽ നടക്കില്ല. കുറേ കാര്യങ്ങളിൽ മനുഷ്യനാണ് ഈ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് ലൈഫ് എന്ന് പറഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് കൊച്ചുനാളിലൊക്കെ ഭയങ്കര ലക്കിയായിരിക്കും. പക്ഷെ ഏതെങ്കിലും സമയത്തൊക്കെ ദേ വിൽ ഹാവ് പ്രോബ്ലംസ്. അത് മനുഷ്യരുണ്ടാവും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് കോംപ്രമൈസ് ചെയ്യണം, എവിടെയൊക്കെ നമ്മൾ ഇത് ചെയ്യണം, ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം, ഇതെല്ലാം നമ്മൾ നോക്കിക്കണ്ടേ. അദ്ദേഹം പറയുന്നു, വെൻ തിങ്സ് ഗോ റോങ് ആസ് ദേ സംടൈംസ് വിൽ വി ക്യാൻ റിയാക്ട് റെസ്പോൺസിബിളി ഓർ റിസൺഫുള്ളി. ഇപ്പോൾ നമുക്കൊരു പ്രശ്നം വന്നു, അതിന് നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ട് യെസ് ഐ വിൽ ടാക്കിൾ ദിസ് ലൈക്ക് ദിസ്. ഇല്ലെങ്കിൽ നമുക്ക് ഇത് വന്നല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് ടെൻഷൻ അടിച്ചിരിക്കാം. അപ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് നമ്മുടെ ചില ആളുകൾക്ക് അത് അദ്ദേഹം പറയുന്നൊരു കാര്യം വെച്ചാൽ, ചില കാര്യങ്ങൾ കൺട്രോളില്ല. ഇപ്പോൾ ജനിക്കുമ്പോൾ തന്നെ കൈയില്ല, അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ കാലില്ല, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി കൈ പോയി, അതെല്ലാം ബിയോണ്ട് അവർ കൺട്രോളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് ആൻഡ് സർക്കിൾ ഓഫ് കൺസേൺ. സർക്കിൾ ഓഫ് കൺസേൺ എന്ന് പറഞ്ഞാൽ തിങ്സ് വിച്ച് വി ഡോണ്ട് ഹാവ് എനി കൺട്രോൾ. ഇപ്പോൾ കാലത്ത് 5 മണിക്ക് എഴുന്നേക്കണം, വി ഹാവ് കൺട്രോൾ. ഒരു യോഗ ചെയ്യണം, വി ഹാവ് കൺട്രോൾ. നല്ല ഫുഡ് കഴിക്കണം, വി ഹാവ് കൺട്രോൾ. ന്യൂട്രിയൻസ് ഉള്ള ഫുഡ് കഴിക്കണം, വി ഹാവ് കൺട്രോൾ. പക്ഷേ വേറെ തിങ്സ്, ഒരു ആക്സിഡൻറ്റ് പറ്റി കൈയും കാലം ഓടിക്കും, വി ഡോണ്ട് ഹാവ് കൺട്രോൾ. ദെൻ റോഡിൽ ഭയങ്കര കുഴിയാണ്, അല്ലെങ്കിൽ ഭയങ്കര മഴയാണ്, ഭയങ്കര വെയിലാണ്, വി ഡോണ്ട് ഹാവ് കൺട്രോൾ. സോ കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ വന്ന മാതിരി. ഇപ്പോൾ ചില ആളുകളുടെയൊക്കെ പാരൻസ് പെട്ടെന്ന് മരിക്കും,
അല്ലെങ്കിൽ ചിലരുടെ മക്കൾ മരിച്ചു. ഈയിടെ ഞാനൊരു മാഡത്തിനെ കണ്ടപ്പോൾ 2 മക്കളും മരിച്ചു. സോ അവർക്ക് അത് അക്സെപ്റ്റ് പീപ്പിൾ ആസ് ദെയർ, സിറ്റുവേഷൻസ് ആസ് ദെയർ എന്ന് പറഞ്ഞ മാതിരി അത് അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കേ നിർത്തുള്ളൂ. ഓക്കെ, എന്തൊക്കെ ക്വാളിറ്റീസാണ് ഒരാളെ സക്സസ്ഫുൾ ആക്കണേ? ഫസ്റ്റ് ക്വാളിറ്റി അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഡിസയർ. എന്താണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എവരിബഡി വാണ്ട്സ് ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്. പക്ഷെ കാലത്ത് 4 മണിക്ക് എഴുന്നേക്കാൻ പറഞ്ഞാൽ എത്ര പേര് എഴുന്നേക്കും? പക്ഷെ ചില ആളുകൾ എഴുന്നേക്കും. വൈ? ഡിസയറും ബേണിംഗ് ഡിസയറും തമ്മിലുള്ള വ്യത്യാസമാണ്. ആഗ്രഹവും തീവ്രമായ ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസമാണ്. പണ്ട് ഒരു ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു ഇന്ത്യയിൽ. അപ്പോൾ ഒരു കുട്ടിയെ ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുവിട്ടു. അന്ന് ഇന്നത്തെ മാതിരി എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കില്ല. ഗുരു ആദ്യം അവനെ കൊണ്ട് വീട്ടിലെ വർക്കെല്ലാം ചെയ്യിക്കും. എന്നിട്ട് ഇവൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ഇവൻ്റെ മനോഭാവം എങ്ങനെയാണെന്ന് തീരുമാനിച്ചിട്ടാണ് അവന് പഠിപ്പിക്കുക. അവനെ ഏത് കലയിലാണ് അവൻ സമർത്ഥൻ അത് കൂടുതൽ പഠിപ്പിക്കും. നമ്മൾ മറ്റേ കൗരവന്മാരെയും പാണ്ഡവന്മാരെയും കഥയിൽ ദ്രോണർ പലരെയും ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുമാതിരി ഒരു പയ്യൻസിന് അങ്ങനെ ഗുരുകുലത്തിൽ പോയി. അപ്പോൾ ആദ്യം എല്ലാ പണിയും ചെയ്യിച്ചു തുടങ്ങി ഗുരുവിനെ മറ്റേ പശുവിനെ നോക്കണം, പശുവിനെ തൊഴുത്ത് കഴുകണം, വിറക് വെട്ടി കൊണ്ടുവരണം, ഡ്രസ്സ് അലക്കണം, അങ്ങനെ വീട്ടിലെ വർക്കുകളെല്ലാം ചെയ്യണം. അങ്ങനെ ചെയ്തു 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. ഇവനൊന്നും പഠിപ്പിച്ചു തുടങ്ങിയിട്ടില്ല. ഇവൻ കഴിഞ്ഞു വന്ന വേറെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ ഒരു ദിവസം 2 കൽപ്പിച്ച് ഇവൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു ഞാനാണല്ലോ ആദ്യം വന്നേ, എന്നെ മാത്രം പഠിപ്പിക്കാത്തെന്താ? അപ്പോൾ ഗുരു പറഞ്ഞു, നിനക്ക് തീവ്രമായ ആഗ്രഹമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, തീവ്രമായ ആഗ്രഹമില്ല, ഞാൻ വരില്ലല്ലോ. ശരി, ഇന്ന് നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം കുളിക്കാൻ പോയപ്പോൾ ഗുരു എന്ത് ചെയ്തു? ഇവൻ മുങ്ങിക്കഴിഞ്ഞപ്പോൾ, പുഴയിൽ മുങ്ങിക്കഴിഞ്ഞപ്പോൾ പൊത്തിപ്പിടിച്ചു. ശ്വാസം മുട്ടി ഇവൻ മുകളിലേക്ക് ശക്തിയോടുകൂടി പുറത്തേക്ക് വന്നു. എന്നിട്ട് ഗുരുവിൻ്റെ കുത്തിന് പിടിക്കാൻ പോയി. അപ്പോൾ പറഞ്ഞു, എൻ്റെ കുത്തിന് പിടിക്കണ്ട, ഇപ്പം നീ ചെയ്ത കാര്യമില്ലേ, അതാണ് തീവ്രമായ ആഗ്രഹം. അപ്പോൾ ദ സീക്രട്ട് ഓഫ് സക്സസ് ഈസ് ബേണിംഗ് ഡിസയർ. ഞാൻ എനിക്ക് പരിചയമുള്ള കുറേ പേരെ കണ്ടിട്ടുണ്ട്. ചിലർ ദേ വർക്ക് സോ ഹാർഡ് ആൻഡ് ക്വാളിഫൈ ഫോർ IAS. ചിലർ ഡോക്ടർ ആവാൻ വേണ്ടി ദേ വർക്ക് വെരി ഹാർഡ് ആൻഡ് ബിക്കം എ ഡോക്ടർ. അതിനു വേണ്ടി അവർ എന്ത് കോംപ്രമൈസ് ചെയ്യാനും എത്ര പെയിൻ എടുക്കാൻ തയ്യാറാണ്. വിത്തൗട്ട് പെയിൻ ദർ ഈസ് നോ ഗെയിൻ എന്ന് പറഞ്ഞ മാതിരിയാണ്. So first quality is desire, that is burning desire. Second quality is commitments. എന്താണ്? You should have commitments. Without commitment nothing will happen. So you want to become a doctor. അങ്ങനെയാണ് കാലത്ത് എഴുന്നേറ്റ് ഒരു 3 മണിക്കൊക്കെ എഴുന്നേറ്റ് കുളിച്ച് എഴുന്നേറ്റ് പഠിച്ചേ പറ്റൂ. You should have commitments. So let us have burning desire and committed to our goal. We shall see you next day. Thank you all the best. Have a wonderful Sunday. Thank you.